ക്രൈസ്തവ സന്യസ്തർക്ക് ആവൃത്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് ഈ കേരളം അറിഞ്ഞത് അല്ലേ? എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, സമർപ്പിതര്, സന്യസ്തരുണ്ട്. ആവൃത്തി എന്താണെന്ന്, ആവൃത്തിയുടെ നിയമങ്ങൾ എന്താണെന്ന്, അതിൻ്റെ പരിശുദ്ധി എന്താണെന്ന് കേരള സമൂഹം, പൊതുസമൂഹം ചിന്തിക്കാൻ തുടങ്ങിയത്, അറിയാൻ ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലല്ലേ? കുംഭസാരം എന്ന പരിശുദ്ധ കൂദാശ കത്തോലിക്ക സഭ പരികർമ്മം ചെയ്യുന്ന കൂദാശയാണ്. ഈ കൂദാശയെ കുറിച്ച് ഇതിന് ഇത്രമാത്രം വിശുദ്ധമായ മാനങ്ങളുണ്ട് എന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിഞ്ഞത് ഈ അടുത്ത നാളുകളിലല്ലേ? സമുദായം, ക്രൈസ്തവ സമുദായം, ഈ ക്രൈസ്തവ സമുദായം ഒരു ന്യൂനപക്ഷമാണെന്നും ന്യൂനപക്ഷത്തിന് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന് നിഷേധിക്കപ്പെടുന്നുവെന്നും തിരിച്ചറിഞ്ഞത് ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലല്ലേ? എണ്ണമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നഷ്ടങ്ങളാണോ കോട്ടങ്ങളാണോ എന്നത് ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും എന്നതാണ് സത്യം. ഞാൻ ഈ ചെറിയ അല്പസമയം പറയാൻ ആഗ്രഹിക്കുന്നത് 3 ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. 3 ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ചരിത്ര വസ്തുതകൾ, ഒപ്പം 3 നിലപാടുകളും കൂടെ അവതരിപ്പിക്കും. 3 ചരിത്ര യാഥാർത്ഥ്യങ്ങൾ. പരിശുദ്ധ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കത്തോലിക്ക സഭയെക്കുറിച്ച് വിചാരങ്ങൾ നടത്തുമ്പോൾ, വിചാരിക്കുമ്പോൾ, ആത്മശോധനയൊക്കെ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 3 ചരിത്ര വസ്തുതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ശേഷം നമ്മൾ എടുക്കേണ്ട 3 നിലപാടുകൾ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു ചെറിയ സന്ദേശം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. എന്താണ് ഈ 3 ചരിത്ര വസ്തുതകൾ? ഒന്നാമത്തെ വസ്തുത നമ്മൾ എല്ലാവരും അറിയേണ്ടത് അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടത്, നമുക്കറിയാവുന്നത്, ലളിതമായിട്ട് പറഞ്ഞാൽ സഭയ്ക്ക് നന്മകളുണ്ട് എന്നതാണ്. ആദിമാതാപിതാക്കളുടെ കാലം മുതലേ ഇങ്ങെടുത്ത് പരിശോധിക്കാം. എവിടെ മുതൽ ആരംഭിക്കുന്ന വീഴ്ചയാണ്? പരാജയങ്ങളുടെ ചരിത്രം, വീഴ്ചകളുടെ ചരിത്രം, തെറ്റ് പറ്റിപ്പോകുന്നതിൻ്റെ, കുറവുകൾ ഉണ്ടാകുന്നതിൻ്റെ ചരിത്രം. കത്തോലിക്ക സഭയ്ക്ക് ദൗർബല്യങ്ങളുണ്ട്. എന്നാൽ ഈ ദൗർബല്യങ്ങളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഒരു പക്ഷേ കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു വലിയ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ് എന്നത് വ്യാജമായി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണങ്ങൾ മുഴുവൻ സംഭവിക്കുക. അങ്ങനെയല്ല. ഇതാ നോക്ക്, ഇവിടെ ഇയാൾക്ക്, ഈ വ്യക്തിക്ക്, ഈ പുരോഹിതന്, ഈ മെത്രാന്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. സഭയുടെ 20 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എടുക്കുക. അഭിവന്ദ്യ ആൻഡ്രൂസ് പിതാവ് ഇവിടെ സൂചിപ്പിച്ചു, ഈശോയുടെ കൂടെ നടന്ന 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ പോലും, ശതമാനം കണക്കെടുത്താൽ ഒരു പക്ഷേ ആനുപാതികമായ വീഴ്ചകൾ ഈശോയുടെ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിനെ കണ്ണടച്ച് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. KP അപ്പൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. KP അപ്പൻ മരിച്ചുപോയി. ഹൈന്ദവനായ ഒരു മനുഷ്യനാണ്, ചിന്തകനാണ്. KP അപ്പൻ ക്രൈസ്തവ വിശ്വാസത്തെ അത്രമേൽ ആഴമായി സ്നേഹിച്ച ഒരാളാണ്. വളരെ ആഴത്തിൽ സ്നേഹിച്ച്, ആഴത്തിൽ പഠിച്ച്, അദ്ദേഹത്തിന്റെ മധുരം നിന്റെ ജീവിതം, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മരിയോളജി, മരിയജ്ഞാനിയും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അത്ഭുതത്തോടുകൂടി. ബൈബിൾ വെളിച്ചത്തിന്റെ കവചം, ഈ ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹൈന്ദവനായ ഈ മനുഷ്യൻ ഈ ദൗർബല്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് എഴുതി വെക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത വാക്കുകളാണ്. ക്രൈസ്തവ സഭയുടെ വീഴ്ചകളെ, ക്രൈസ്തവ സഭയുടെ ദൗർബല്യങ്ങളെ, അത് നിങ്ങൾ ഒരിക്കലും ക്രൈസ്തവ ആദർശത്തിന്റെ വീഴ്ചകളായിട്ട് കാണരുത്. ഉന്നതമായ ഈ ക്രൈസ്തവ ആദർശത്തിന്റെ വീഴ്ചകളായിട്ട് സഭയുടെ പോരായ്മകളെ നിങ്ങൾ കാണരുത്. മറിച്ച് എന്താണ് ഈ പോരായ്മകൾ? എന്താണ് സഭയുടെ ഈ ദൗർബല്യം? KP അപ്പൻ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ഉന്നതമായ ഈ ആദർശം ജീവിക്കാൻ പരിശ്രമിക്കുന്ന മനുഷ്യന്റെ ബലഹീനതകളാണത്, മനുഷ്യന്റെ മാത്രം വീഴ്ചകളാണത്. അത് ക്രൈസ്തവ ആദർശത്തിന്റെ ന്യൂനതയല്ലെന്ന് അടിവരയിട്ട് പറയുന്ന
കേരളത്തിലെ ബുദ്ധിമാനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ കെ പി അപ്പനിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ ബുദ്ധിയുള്ള മനുഷ്യരുടെ എണ്ണം വളരെയധികം കുറയുന്നത് കൊണ്ടാണ് ഇന്ന് സമാനമായ ചിന്തകളോ എഴുത്തുകളോ കേരള സാഹിത്യ ലോകത്ത്, മാധ്യമ ലോകത്ത് പ്രത്യക്ഷപ്പെടാത്തത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കെ പി അപ്പന്റെ മനോഹരമായ ആ വാക്കുകൾ, ഈ ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ ഓർത്തിരിക്കണം. സഭയ്ക്ക് ദൗർബല്യങ്ങളുണ്ട്. മൂന്നാമത്തെ വസ്തുത നമ്മൾ അനുസ്മരിക്കേണ്ടത്, ഓർക്കേണ്ടത് ഇതാണ്: സഭയ്ക്ക് ശത്രുക്കളുണ്ട്. സഭയ്ക്ക് ശത്രുക്കളുണ്ട്. സഭയ്ക്ക് നന്മകളുണ്ട്, സഭയ്ക്ക് ദൗർബല്യങ്ങളുണ്ട്, സഭയ്ക്ക് ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ത് ചെയ്യും? നന്മകളെ കാണുമോ, ബലഹീനതകളെ കാണുമോ? ചോദ്യത്തിലേ ഉള്ളൂ. വളരെ ലളിതമാണ്, വളരെ സാധാരണമാണ്. നമ്മളുടെയൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളിലാണ്, നഴ്സറി ക്ലാസ് മുതൽ നമ്മൾ കാണുന്നില്ല. കൂട്ടുകാരനോട് പിണങ്ങിയാൽ പിന്നെ എന്താണ് അവന് അല്ലെ കുഞ്ഞിന് പറയാനുണ്ടാവുക? ഈ കുഞ്ഞിൽ നിന്ന് അല്പം പോലും വളരാത്ത വ്യക്തിത്വങ്ങളെ നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുക. അല്പം പോലും വളരാത്ത. ഒരുപക്ഷെ സഭയുടെ ഈ വലിയ സഭ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പിന്നിൽ ഈ ശത്രുക്കളുടെ ഒരു നിര. ഒരുപക്ഷെ ഉണ്ടായ കാലത്ത്, ഈശോയുടെ കാലത്തിന് ശേഷം അപ്പസ്തോലിക കാലഘട്ടം മുതലേ ഈ ശത്രുക്കളുടെ ഒരു നീണ്ട നിരയെ നമ്മൾ കാണുന്നുണ്ട്. ആരംഭ കാലഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ ശത്രുക്കളായിരുന്നു. റോമ സാമ്രാജ്യമായിരുന്നു. റോമ സാമ്രാജ്യം ഈശോയുടെ രാജ്യം, ഈശോയുടെ സുവിശേഷം എവിടെയും പ്രസംഗിക്കപ്പെടുന്നത് താല്പര്യപ്പെട്ടില്ല. അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന, ഈശോയെ കുറിച്ച് പറയുന്ന സകലരെയും അവർ ഇല്ലായ്മ ചെയ്തു. 1-2 വർഷമല്ല, 10-20 വർഷമല്ല, നമുക്കറിയാം 3 നൂറ്റാണ്ടോളം കാലം അടിച്ചമർത്തലിന്റെ, ഇല്ലായ്മ ചെയ്യലിന്റെ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ എന്നോർക്കണം. നാം വിട്ടു വരുന്നതേ ഉള്ളൂ എന്നോർക്കണം. ഈ തിരുസഭയെ ചവിട്ടി അരച്ചു കളയാൻ മാത്രം ശക്തമായിരുന്നു അന്ന് റോമാ സാമ്രാജ്യം. വിശ്വാസികളാണെന്ന് പറയുന്നവരുടെ ശിരസ് ഛേദിച്ചു കളയും. കയ്യും കാലും വെട്ടിയെടുത്തും നാക്ക് മുറിച്ചു മാറ്റിയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തും അവർ പീഡിപ്പിച്ചു. ചരിത്ര വസ്തുതകൾ നമുക്കറിയാം. ഈ റോമാ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ, അധികാരികളുടെ ഉദ്യാനങ്ങളിൽ അവർ വിശ്വാസികളാണെന്ന് പറഞ്ഞവരെ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്തി രാത്രികളിൽ നാട്ടിവെച്ചു. ക്രൂര മൃഗങ്ങൾക്ക്, ഹിംസ്ര മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. പ്രത്തോറിയങ്ങളുടെ ചരിത്രം. സഭയ്ക്ക് ശത്രുക്കളുണ്ടെന്നുള്ളതൊരു മറച്ചു വെക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കരുതരുത്. അതുകൊണ്ടാണ് സഭാപിതാവ് പറഞ്ഞത്, ഇത്രമാത്രം പീഡനങ്ങൾ ഉണ്ടായപ്പോഴും സഭ ലോകമെങ്ങും വ്യാപിച്ചു. കാരണം തിന്മയുടെ ശക്തികൾക്ക് അടിച്ചമർത്താൻ കഴിയുന്നതായിരുന്നില്ല ഈ നന്മയുടെ വളർച്ച. അത് ദൈവികമായ നന്മയായതുകൊണ്ടുകൂടി, ദൈവപുത്രനായിരുന്നത് കൊണ്ടുകൂടി, ദൈവികമായ യാഥാർത്ഥ്യങ്ങളായിരുന്നത് കൊണ്ടുകൂടി ഇല്ലാതാക്കാൻ സാധിച്ചില്ല. രാഷ്ട്രീയ ശത്രുതയായിരുന്നുവെങ്കിൽ മധ്യകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മതപരമായ ശത്രുത നമ്മൾ കാണുന്നുണ്ട്. മതപരമായ ശത്രുത പേരെടുത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ചരിത്രം നമുക്കറിയാം. അർമേനിയൻ വംശഹത്യയെ കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചത് നമ്മൾ മറന്നുപോകരുത്. ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞ ക്രൂരമായ പടയോട്ടങ്ങളുടെ ചരിത്രം. ഒരു വംശത്തെ ഇല്ലാതാക്കി കളഞ്ഞ ക്രൂരമായ പടയോട്ടങ്ങൾ. അതിന്റെ ഇങ്ങേറ്റം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടു. ലിബിയയുടെ തീരങ്ങളിൽ സാഫ്രൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുട്ടുകുത്തി നിരത്തി നിർത്തിയ 21 ചെറുപ്പക്കാരുടെ ശിരസ് കത്തിവെച്ച് അറുത്ത് നീക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ശത്രുതയുടെ ആഴത്തെയും പരപ്പിനെയും നമ്മൾ ഭയപ്പെടരുത്. ഈ ശത്രുത ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് ചുറ്റും ഈ ശത്രുക്കളുടെ ഒരു വലിയ സഖ്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു സഖ്യം, ഒരു കൂട്ടായ്മ. അതിൽ നിരീശ്വരവാദികളുണ്ട്,
നിരീശ്വരവാദികളുടെ കൂട്ടായ്മകളുണ്ട്, യുക്തിവാദികളുടെ കൂട്ടായ്മകളുണ്ട്, അതിൽ രാഷ്ട്രീയമായ തീവ്ര സ്വഭാവം പുലർത്തുന്ന സംഘടനകളുണ്ട്, രാഷ്ട്രീയമായ താല്പര്യങ്ങളുള്ളവരുണ്ട്, മതപരമായ വർഗീയ സ്വഭാവം പുലർത്തുന്ന സംഘടനകളുണ്ട്. ഇതിന്റെ എല്ലാം പുറമെ നമ്മളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമാറ് യൂദാസിന്റെ പിൻതലമുറക്കാരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ തന്നെ സഹോദരങ്ങളും പലവിധ കാരണങ്ങളാൽ ഈ ശത്രുപാളയങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്, ചരിത്ര സത്യമാണ്. പുറമേ നിന്നുള്ളതിനേക്കാൾ ഏറെ ആക്രമണങ്ങൾ അകമേ നിന്ന് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം. സഭ ഇന്ന് ആക്രമണങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങൾ ഒരിക്കലും തിന്മയുടെ കാരണങ്ങളല്ല, മറിച്ച് നന്മയുടെ തന്നെ കാരണങ്ങളാണ്. നല്ലത് ചെയ്തതുകൊണ്ട് മാത്രമാണ്. മദ്യനിരോധനം എന്ന ഒരു വാക്ക് എടുത്തുപയോഗിച്ച് നോക്കുക. മദ്യനിരോധനം എന്ന് ഇവിടെ ആകെ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ അതിനുവേണ്ടി സ്വരമുയർത്തുന്നത് ഇവിടുത്തെ കത്തോലിക്ക സഭയാണ്. മദ്യനിരോധനത്തെ കുറിച്ച് പറയുമ്പോൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന 2 തുള്ളി വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞ് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. മദ്യനിരോധനം, സഭ എന്തുകൊണ്ട് ഈ മദ്യനിരോധനത്തെ കുറിച്ച് സംസാരിക്കുന്നു? തകരുന്ന കുടുംബങ്ങളെ കുറിച്ച്, അടിത്തറ ഇളകി പോകുന്ന കുടുംബ ബന്ധങ്ങളെ അടുത്തു നിന്ന് അനുഭവിക്കുന്നത് കൊണ്ടാണ് സഭ മദ്യനിരോധനത്തിന് വേണ്ടി സ്വരമുയർത്തുന്നത്. മദ്യനിരോധനത്തിന് വേണ്ടി സ്വരമുയർത്തുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ കഴിഞ്ഞ പ്രാവശ്യം മദ്യനിരോധനം മുഖ്യ പ്രമേയമായിട്ട് അവതരിപ്പിച്ച് ഭരണത്തിലേറിയ ഏറ്റവും ശക്തമായ ഒരു സർക്കാരിനെ കൊണ്ട് ആ തീരുമാനം മാറ്റിവെപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു ഇവിടുത്തെ മദ്യലോബി എന്ന് തിരിച്ചറിയണം. കത്തോലിക്ക സഭയ്ക്ക് ഈ ശക്തിയൊന്നുമില്ല. ഇത്രയും സംഘടിതമായ അക്രമ സ്വഭാവമൊന്നും സഭയ്ക്കില്ല. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഓർക്കണം. മദ്യനിരോധനം എന്ന വാക്ക്, അബോർഷൻ എന്ന് പറയുന്ന തിന്മ നോക്കുക. ലൈംഗിക അപഭ്രംശങ്ങളെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ലൈംഗികതയുടെ മേഖലയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ തലത്തിൽ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യ ജീവന് കൊടുക്കുന്ന വില, ശത്രുക്കളുടെ നിരയിൽ സഖ്യത്തിൽ കൂടുന്ന സാത്താൻ ആരാധകരെ ഞാൻ സൂചിപ്പിക്കാൻ മറന്നുപോയതാണ്. അബോർഷനെ കുറിച്ച്, ലൈംഗിക അപഭ്രംശങ്ങളെ കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അല്ലെങ്കിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, ലോകത്തിൽ മുഴുവൻ കത്തോലിക്ക സഭയുടെ അൾത്താരകളിൽ നിന്ന് പ്രബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? അവരാണ് പ്രതികരിക്കുന്നത്. അവരാണ് സംഘടിതമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. അവരാണ് ഈ ശത്രു സംഘത്തിന്റെ വലകൾ നെയ്ത് മുറുക്കുന്നത്. അരിസ്റ്റഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീക്ക് കഥാപാത്രമുണ്ട്. അരിസ്റ്റഡ്സ് യവന കഥാപാത്രം. ഒരു പക്ഷേ നമ്മൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസ് തത്വചിന്തകനാണ്. സോക്രട്ടീസിനെയും ഗ്രീസിൽ വെച്ച് വിഷം കൊടുത്തു കൊല്ലുവാണ് ചെയ്തത്. സോക്രട്ടീസ് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, നന്മ പ്രസംഗിച്ചു, നല്ലത് പറഞ്ഞു, നല്ല കാര്യങ്ങൾ സംസാരിച്ചു നടന്നു. അവസാനം യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് സോക്രട്ടീസിനെ വിളിച്ചു, ജയിലിലടച്ചു, വിഷം കൊടുത്തു കൊന്നു. അരിസ്റ്റഡ്സ് ഇതുപോലെ തന്നെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരാൾ. നീതിമാനായതുകൊണ്ട് തന്നെ അയാൾ ആക്രമിക്കപ്പെടേണ്ടവരാണെന്ന് ഈ കാലഘട്ടത്തിലേതുപോലെ തന്നെ ഗ്രീസിലെയും ജനത വിധിയെഴുതി. നീതിമാന്മാർക്കുള്ളതാണ് കുരിശ്, നീതിമാന്മാർക്കുള്ളതാണ് സഹനം. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ അരിസ്റ്റഡ്സിനെ കൊല്ലണമെന്ന് ഇവർ തീരുമാനിച്ചു. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് ദൂരെ മാറ്റി കൊല്ലണം. അതിനുവേണ്ടി അവർക്ക് ഉണ്ടായിരുന്ന മാർഗം എല്ലാവരും കൂടി വോട്ടെടുക്കുക. വോട്ടിട്ട് അരിസ്റ്റഡ്സിനെ പുറത്താക്കുക. അരിസ്റ്റഡ്സിനെ പുറത്താക്കാൻ, ഭ്രഷ്ട് കൽപ്പിക്കാൻ വേണ്ടി ഗ്രീസിലെ ജനതകൾ, ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. വോട്ടെടുപ്പിന്റെ രീതി ഇതാണ്: ഒരു പാത്രത്തിന്റെ കഷണത്തിൽ പേരെഴുതി ഒരു വലിയ പാത്രത്തിൽ നിക്ഷേപിക്കും.
എണ്ണത്തിനനുസരിച്ച്, അതിന്റെ അനുപാതം വർദ്ധിക്കുന്നതിനനുസരിച്ച് തീരുമാനം വേണോ വേണ്ടയോ എന്നായിരിക്കും. അരിസ്റ്റോട്സിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ കൂടിയ ആ വോട്ടെടുപ്പിൽ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് വേറൊരാൾ, അയാൾക്ക് എഴുത്തൊന്നും അറിയത്തില്ല, അയാൾ ഈ മൺപാത്ര കഷ്ണവുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് അരിസ്റ്റോട്സിന്റെ പേരെഴുതുക, ഞാൻ അരിസ്റ്റോട്സിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ അകത്ത് അരിസ്റ്റോട്സിന്റെ പേരെഴുതുക. ഈ മനുഷ്യൻ ചോദിച്ചു, അരിസ്റ്റോട്സിന്റെ പേരെഴുതാം, പക്ഷെ അരിസ്റ്റോട്സ് എന്താണ് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചിട്ടുള്ളത്? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ ആ മനുഷ്യനെ അറിയത്തുപോലുമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്നിട്ടാണ് നിങ്ങൾ ഇയാൾക്കെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പക്ഷെ അയാൾ നീതിമാനാണെന്ന് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അരിസ്റ്റോട്സ് നീതിമാനാണെന്ന് ഈ ഗ്രാമം മുഴുവൻ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ അയാൾക്കെതിരെ വോട്ട് ചെയ്യുകയാണ്. നോക്കുക, ഇത് നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഗ്രീസിൽ നടക്കുന്ന കഥയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ ഇടയിൽ ഈ കേരള സമൂഹത്തിൽ നടക്കുന്നതും ഇതിന്റെ തനി ആവർത്തനങ്ങളാണ്. അവർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല, പക്ഷേ അവരുടെ നന്മയുടെ ആഴം കണ്ട് ഞാൻ മടുത്തു. ഈ തീരുമാനം, ഞാൻ മടുത്തു എന്നുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ക്രൈസ്തവ സഭകളെ, കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മകളെ ഇല്ലാതെയാക്കണമെന്ന ഒരു നിശ്ചയത്തിലേക്ക് പതിയെ പതിയെ ഇവരെത്തിച്ചേരും. പല മാർഗങ്ങളാണ്. ഒന്ന്, ഭിന്നിപ്പിക്കുക, ദുർബലപ്പെടുത്തുക. സഭാ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രം ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. വൈദിക സഭകളെ തമ്മിൽ വ്യാജരേഖാ കേസ് എടുത്തു നോക്കിക്കൊള്ളുക. വ്യാജരേഖാ കേസ് ആനുപാതികമായിട്ട് എല്ലാ മെത്രാന്മാരെയും, ലത്തീൻ മെത്രാന്മാരെയും സിറോ മലബാർ സഭയിലെ മെത്രാന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നല്ല അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും പോലീസിനും ഒക്കെ മനസ്സിലായതാണ് ആ രേഖകൾ വ്യാജമാണ്. അതിൻ്റെ അകത്ത് ലത്തീൻ മെത്രാന്മാരുടെ പേരുകൾ, സിറോ മലബാർ സുറിയാനി സഭയിലെ മെത്രാന്മാരുടെ പേരുകൾ, തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന കൃത്യമായ അജണ്ട ആരാണെന്താണെന്നുള്ളതൊക്കെ ഒരുപക്ഷെ നമ്മൾ വീണ്ടും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്ന മേഖലകളാണ്. മെത്രാന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുക, മെത്രാന്മാർക്കും വൈദികർക്കും ഇടയിൽ ഭിന്നത ഉണ്ടാക്കുക, വൈദികർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക, വൈദികരും ദൈവജനവും തമ്മിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുക. ഈ ഭിന്നിപ്പിന്റെ ആത്മാവ് കേരള സഭയിൽ ഉടനീളം ഇന്ന് ഉഴറി നടക്കുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മാർഗങ്ങളും. ഈ ഭിന്നിപ്പിന്റെ തന്നെ മറ്റൊരു ശൈലിയാണ് ഈ സംഘടിതമായ എല്ലാ സംവിധാനങ്ങളിലുമുള്ള വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത്. മെത്രാന്മാരിലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കുക. അതിനൊരു സഭാപിതാവിനെ എടുത്തു വെക്കും, ഒരു മെത്രാനെ എടുത്തു വെക്കാം. സഭയിലുണ്ടാകുന്ന സകലമാന പരാജയപ്പെട്ട മനുഷ്യരുടെയും ചരിത്രത്തെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു ശൈലി, സംഘടിതമായ നീക്കമാണ്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ്. ജനങ്ങൾക്ക് തിരുസഭയിലുള്ള വിശ്വാസത്തെ, കാരണം ഈ വൈദികൻ അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് വിശ്വാസ്യതയില്ലെന്ന്, ഇയാൾക്ക് ധാർമ്മികമായ ഒരു മനസാക്ഷിയില്ലെന്ന്, ഒരു ജീവിത പശ്ചാത്തലമില്ലെന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ പിന്നെ ഇയാള് നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയുണ്ട്? നിങ്ങൾ മറ്റു ബന്ധങ്ങളിലേക്ക്, മോശമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകരുതെന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയുണ്ട്? വിശ്വാസ്യത ഇല്ലാതാക്കി കളയുക, ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കളയുന്ന ശൈലികൾ വർദ്ധിച്ചു വരിക. നിയമക്കുരുക്കുകളിൽ മൂന്നാമത് വേറൊരു രീതിയാണ് നിയമക്കുരുക്കുകൾ. എന്തുമാത്രം കേസുകളാണ്. കേസുകൾ പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം, അതിൻ്റെ രീതി, ശൈലി ഒന്ന് പരിശോധിച്ചു നോക്കും. ഞാനൊരു വീഡിയോ ഇട്ടതിന് എൻ്റെ പേരിൽ കേസുണ്ട്, പിതാവ് നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ഇതുവരെ ആ വീഡിയോ പിൻവലിച്ചിട്ടില്ല. സാമാന്യബോധമുള്ള ആർക്കും ആ വീഡിയോ പരിശോധിക്കുക, എന്താണ് അതിൻ്റെ അകത്ത് നിയമലംഘനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് പിൻവലിക്കാതെ അവിടെ ഇട്ടിരിക്കുന്നത്. ഒരു വാക്കുപോലും നിയമലംഘനമായിട്ട് അതിൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമപരമായ ഉപദേശങ്ങൾ തേടിയിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്.
ചോദിച്ച ചോദ്യം ഇതാണ്, പ്രിയമുള്ള അപ്പച്ചന്മാരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പെൺമക്കളുടെ ഹോസ്റ്റൽ, അടച്ചിട്ടിരിക്കുന്ന പെൺമക്കളുടെ ഹോസ്റ്റലിൽ ഉദ്ദേശം എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക് അപരിചിതരായ വ്യക്തികൾ കയറിയിറങ്ങുന്നത് എത്ര പേര് ഇവിടെ പ്രോത്സാഹിപ്പിക്കും? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, അവിടെയുള്ളവരുടെ സുരക്ഷിതത്വം ആര് ഉറപ്പു കൊടുക്കും എന്നത്. എന്താണ് ഇതിന്റെ അകത്ത് നിയമപ്രശ്നങ്ങൾ നോക്കുക, സൃഷ്ടിച്ചെടുക്കുന്ന കേസ് കെട്ടുക. എന്നിട്ട് ഈ കേസുകളെല്ലാം കൂടെ കോടതിയിലേക്ക് എത്തുമ്പോ കോടതി തള്ളിക്കളയും. ഉടനെ അടുത്ത ആക്ഷേപം, കത്തോലിക്കാ സഭ കോടികൾ മുടക്കി കേസ് തേച്ചു മായ്ച്ചു കളയും. എല്ലാ കേസുകളും, ഏതെങ്കിലും ഒരു കേസിന് നിലനിൽക്കാനുള്ള ബലം വേണ്ടേ? കൊട്ടിയൂർ സംഭവം എന്റെ രൂപതയിലുണ്ടായ സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വൈദികൻ കുറ്റക്കാരനാണെന്നുള്ളത് 100% രൂപതയും അംഗീകരിച്ചു, നിയമ സംവിധാനങ്ങൾ കണ്ടെത്തി. പക്ഷേ നമ്മൾ ഓർക്കണം, അതിൽ പ്രതി ചേർക്കപ്പെട്ട 9 പേരെ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം വെറുതെ വിട്ടിട്ട് ഒരു മീഡിയയും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. സൃഷ്ടിച്ചെടുത്ത കേസാണ്, നിർമ്മിച്ചെടുത്ത കേസ്. പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് അതിന് അപ്പീലിന് പോയില്ല? ആ കേസ് നമ്മൾ ഇത് പറഞ്ഞ പോലെ പൈസ മുടക്കി തള്ളിക്കളഞ്ഞതാണ് എങ്കിൽ, സ്വാധീനിച്ചതാണ് എങ്കിൽ. അഭയ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച. പ്രതി ചേർക്കപ്പെട്ട ഒരു വൈദികനെ അറസ്റ്റ് ചെയ്ത നാളുകളിൽ മാധ്യമങ്ങൾ എഴുതി വെച്ച, വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ച വാർത്തകളും വാചകങ്ങളും കാണണം. വിചാരണ തുടങ്ങുന്നതിന് മുൻപേ അതിൽ നിന്ന് ഒരു വൈദികനെ പ്രതിപട്ടികയിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കി. വിചാരണ കോടതി ഒഴിവാക്കി. എന്തുകൊണ്ടത് വാർത്തയായില്ല? നിർമ്മിച്ചെടുക്കുന്ന കേസുകൾക്ക് കോടതിയിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെയും മുൻപിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സത്യത്തോട് ചേർത്ത് നുണകളെ അവതരിപ്പിച്ചാൽ നമ്മളെല്ലാം പ്രതിസന്ധി. ഏറ്റവും വലിയ ക്രൂരന്റെ ലക്ഷണമാണ് സത്യത്തോട് ചേർത്ത് നുണകളെ അവതരിപ്പിക്കുക. ഏറ്റവും വലിയ വഞ്ചനയാണ്. അവിടെ നമുക്ക് പറഞ്ഞു നിൽക്കാനുള്ള പഴുതുകളാണ് നഷ്ടപ്പെടുന്നത്, വാദിക്കാനുള്ള വേദികളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതറിയാം, കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഇങ്ങനെ 2-3 ഭിന്നിപ്പിക്കലിന്റെ, വിശ്വാസ്യത നഷ്ടപ്പെടുത്തലിന്റെ, നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ രീതികൾ ഉപയോഗിച്ച്, രീതിശാസ്ത്രം ഉപയോഗിച്ച് കത്തോലിക്കാ സഭയെ ദുർബലപ്പെടുത്തുന്ന സംഘടിത ശക്തികളുടെ ക്ലച്ചസിനുള്ളിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് എന്ന് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് അവരാരെ കിട്ടിയാലും ഉപയോഗിക്കും. അത് സഭയ്ക്കകത്തു നിന്നാണെങ്കിൽ അവർക്ക് പെരുത്ത സന്തോഷമാണ്. അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് ഇത് കയ്യടികളുടെ, ചാനൽ ചർച്ചകളുടെ, അഭിമുഖങ്ങളുടെ, ഡിസ്കഷൻസിന്റെ, പത്രവാർത്തകളുടെ ഒക്കെ ഒരു വിഷയമാണ്. അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക്, പുറത്തുനിന്ന് ഇവരെ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ഇര മാത്രമാണ്. ഓർക്കുക, ജനതതി ആർത്തിരമ്പിയ പീലാത്തോസിന്റെ അരമന മുറ്റം ഇടയ്ക്ക് തഞ്ചയിലുണ്ടാകുന്നത് നല്ലതാണ്. അവിടെ അവർ അലറി വിളിച്ചത്, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക എന്നായിരുന്നു. ബറാബാസിനെ വിട്ടുതരണമെന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചപ്പോൾ ഒരുപക്ഷെ ബറാബാസ് പോലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊരു സ്നേഹമാണ് ഈ ജനക്കൂട്ടത്തിൽ ഞങ്ങളോട്, എന്തൊരു സ്നേഹമാണ് ഈ മാധ്യമങ്ങൾക്ക് ഞങ്ങളോട്, എന്നോട്. പക്ഷെ അവരുടെ അലമുറയിടൽ, അവരുടെ ആക്രോശങ്ങൾ ബറാബാസിന് വേണ്ടിയുള്ള ജൈവിളികളായിരുന്നില്ല, മറിച്ച് ഈശോയ്ക്ക് വേണ്ടിയുള്ള കൊലവിളിയായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആവർത്തിക്കപ്പെടുന്ന ചരിത്രം. ബറാബാസിന് വേണ്ടിയുള്ള അലമുറകൾ ഈശോയുടെ രക്തത്തിന് വേണ്ടിയുള്ള കൊലവിളിയായിരുന്നു. ആ കൊലവിളിയാണ് ഇന്ന് നമ്മൾ വീണ്ടും കാണുന്നത്. ബറാബാസാണ് നീതിമാനെന്ന് സ്ഥാപിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വലിയ ലോകം.
ബറാബാസിന്റെ നീതിയെക്കുറിച്ച്, ബറാബാസിന് നിഷേധിക്കപ്പെട്ട സത്യത്തെക്കുറിച്ച്, ബറാബാസിന് നിഷേധിക്കപ്പെട്ട സൗകര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടുന്ന ഒരു സമൂഹം. അവർക്ക് വേണ്ടത് ബറാബാസിനെ അല്ല, ഈശോയെയാണ്, ഈശോയുടെ രക്തത്തെയാണ്. 3 നിലപാടുകളെ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ നിലപാട് ഇതാണ്: നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കണം എന്നത് തന്നെ. നമുക്ക് വരുന്ന പരാജയങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അത് നമ്മുടെ ഒരു നിലപാടായിട്ട്. ഈ നിലപാട് നമ്മൾ പുതുതായിട്ട് സ്വീകരിക്കേണ്ട ഒന്നൊന്നും അല്ല. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഈശോയുടെ കുരിശിന്റെ ചുവടെ കെട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് ആ വയോധികനായ മനുഷ്യൻ ലോകത്തോട് മുഴുവൻ മാപ്പ് ചോദിച്ചത് മറക്കരുത്. ഫ്രാൻസിസ് പിതാവിനെ നോക്കുക. മുട്ടുകുത്തി നിന്ന് വൈദികരുടെയും സമർപ്പിതരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക് വേണ്ടി ഈ ലോകത്തോട് മാപ്പ് ചോദിച്ചത് ഫ്രാൻസിസ് പിതാവ്. മെത്രാന്മാര്, മെത്രാൻ സമിതികൾ, മാപ്പ് ചോദിക്കുന്നതിന്റെ സംസ്കാരം കത്തോലിക്ക ആത്മീയതയുടെ സംസ്കാരമാണ്. അത് നിങ്ങൾ വേറെ എവിടെയും കാണില്ല, വേറെ എവിടെയും കാണില്ല ഈ മാപ്പ് ചോദിക്കുന്നതിന്റെ സംസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിൽ നോക്കുക. നമ്പിനാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെ ക്രൂരമായി തേജോവധം ചെയ്തില്ലാതാക്കിയ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു വാക്ക് മാറ്റിവെക്കാൻ, മാപ്പെന്ന് പറയാനോ ഖേദിക്കുന്നുവെന്ന് പറയാനോ ഒരു വാക്ക് എഴുതാൻ തയ്യാറായിട്ടില്ല. മാപ്പ് പറയുന്നത്, തെറ്റുകളെ അംഗീകരിക്കുന്നത് കത്തോലിക്കന്റെ സംസ്കാരമാണ്. അത് മിശിഹ കാണിച്ചു തന്ന പാഠമാണ്. അവൻ ജീവിതത്തിലൂടെ പഠിപ്പിച്ച പാഠമാണ്. തെറ്റുകളെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ക്രൈസ്തവ ആത്മീയതയുടെ കുലീനത്വമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രൈസ്തവ ആത്മീയതയുടെ കുലീനത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു നമ്മുടെ ഒരു നിലപാടായിട്ട് മാറണം. നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കണം. രണ്ടാമതൊരു നിലപാട്, നമ്മുടെ ആത്മധൈര്യം നമ്മൾ നഷ്ടപ്പെടുത്തില്ല എന്ന് തീരുമാനമെടുക്കണം. അഭയ കേസ്, ജലന്ധർ വിഷയം, കൊട്ടിയൂർ സംഭവം, ഭൂമി ഇടപാട് എന്നൊക്കെ കേൾക്കുമ്പോൾ സഭയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഉൾക്കിടിലം അല്ലേ ആ വാക്കുകൾ കേൾക്കും. ഒരു ഫേസ്ബുക്കിലോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ അടിയിലേക്ക് ഈ അഭയ കേസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? വാക്കുകൾ കേൾക്കുമ്പോൾ, കമന്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മവിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നത് മാത്രം. സഭയ്ക്കൊരു ശൈലിയുണ്ട്. സഭയുടെ ശൈലി ഈ പറ്റുന്നവരെ പുറത്താക്കുന്ന ശൈലി അല്ല. അതൊരു പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ഉടനെ റഫറൻസ് മാനന്തവാടിയിലേക്ക്, കാരക്കാമലയിലേക്ക് പോകും. വ്യത്യസ്തമാണ് ഈ സംഭവങ്ങൾ. സഭ എവിടെയാണ് തെറ്റുപറ്റിയവരെ പുറത്താക്കിയിട്ടുള്ളത്? പാപിനിയായ സ്ത്രീ, ബൈബിളിൽ നിന്നെല്ലാം ഉദാഹരണങ്ങൾ എടുത്തു വയ്ക്കും. സഭയുടെ ചരിത്രത്തിൽ, തിരുസഭയുടെ ആത്മീയ ചരിത്രത്തിൽ ഒരിക്കലും ഈ തെറ്റുപറ്റുന്നവരെ പുറത്താക്കുന്നതല്ല, മറിച്ച് തെറ്റുപറ്റുന്നവരെ ചേർത്ത് പിടിക്കുന്ന ശൈലിയാണ് സഭയുടെ. അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രം. ഏതൊരു സംഘടനകളിലേക്ക് നോക്കിക്കൊള്ളുക, കുറ്റം ചെയ്താൽ അംഗത്വം നഷ്ടപ്പെടും. ഇവിടെ ആ പ്രശ്നമില്ല. പക്ഷേ വൈദികരെ പോലെ, സന്യസ്തരെ പോലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ആ സ്ഥാനം നഷ്ടപ്പെടും. പക്ഷെ സഭയിൽ നിന്ന് ആരും പുറത്താകുന്നില്ല. സ്ഥാനം നഷ്ടപ്പെടുന്നത് മറ്റു ജനത്തിന് കൊടുക്കുന്ന ഒരു നീതിയുടെ ഭാഗമാണ്. സന്യാസ സമൂഹത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ സവിശേഷമായ ഒരു ജീവിത ശൈലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർ, ആ ജീവിത ശൈലിയോട് സഹവസിക്കാത്തവര്, അവരാരെങ്കിലും പുറത്താക്കേണ്ടതുണ്ടോ എന്നത് തന്നെ സംശയമാണ്. ഒരു ഫുട്ബോൾ കളിക്കാരൻ അറിയാതെ ക്രിക്കറ്റ് കളി ടീമിൽ ചെന്നുപെട്ടു. കളി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ബാറ്റ് പിടിക്കാനും ബോൾ എറിയാനൊന്നും അറിയത്തില്ല. ആരെങ്കിലും പുറത്താക്കേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കളിക്കാനുള്ള കഴിവിനെ നമ്മൾ ആരും വില കുറച്ച് കാണുന്നില്ല. തിരുസഭയ്ക്കുള്ളിൽ ഇവർക്ക് ഇവരുടെ എല്ലാ സിദ്ധികളും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തുറന്നു കിടപ്പുണ്ട്. കാരക്കാമലയിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ആ സന്യാസ സമൂഹത്തിന്റെ സിദ്ധിയോട് ഒരു വ്യക്തിയുടെ ജീവിതം ചേർന്നു പോകുന്നില്ല എങ്കിൽ ആ സമൂഹത്തിൽ നിന്നും മാറി കത്തോലിക്ക സഭയുടെ വിശാലമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ഹൃദയത്തിന്റെ തുറവിയാണ് വിശ്വാസികൾക്ക് വേണ്ടത്. ഇവിടെ ആരെയാണ് പുറത്താക്കുക? അതുകൊണ്ട് നമ്മുടെ ആത്മധൈര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല.
എന്തുകൊണ്ട് റോബിനച്ചനെ പുറത്താക്കുന്നില്ല? ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്. റോബിനച്ചനെ വൈദിക വൃത്തിയിൽ നിന്ന് മാനന്തവാടി രൂപത എന്നേ വിലക്കിയതാണ്. ആ സംഭവം ഉണ്ടായ അന്ന് വൈകുന്നേരം മെത്രാൻ എഴുതി വെച്ചതാണ്, വിലക്കിയതാണ്. പ്രോസസ്സ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ സഭയിൽ നിന്ന് നമ്മൾ പുറത്താക്കില്ല. ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചു കൊടുക്കുക. കത്തോലിക്ക സഭ ന്യായമായ നീതിപൂർവകമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും കൈക്കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു പൊതുസമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനാകുമോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പേരുകൾ, ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ലജ്ജ കൊണ്ട് നമ്മളുടെ ശിരസ് പതിയെ താഴും. ഇങ്ങനെ സംഭവിച്ചല്ലോ ഒരു പക്ഷെ. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ പറയുന്നത്, ഈ ആത്മവിശ്വാസത്തിന്റെ വീണ്ടെടുപ്പ് സംഘടിതമായി നമുക്ക് നാണം തോന്നുന്നു, നമുക്ക് ലജ്ജയുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ക്രൈസ്തവ ആത്മീയ കൂട്ടായ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിലയാണത്. എന്റെ കുടുംബത്തിൽ എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ആങ്ങള, എന്റെ പെങ്ങൾ, അവൾ തെറ്റുപറ്റി, അവൾക്ക് വരുന്ന തെറ്റ് എനിക്ക് അപമാന കാരണമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് സഭാ കൂട്ടായ്മയുടെ പ്രത്യേകതയാണ്. സംഘടിതമായി ഒരു സംഘബോധത്തോടെ, കൂട്ടായ്മ ബോധത്തോടെ ഈ അപമാന ഭാരത്തെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ അത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള അവസരമല്ല, മറിച്ച് ഇത് സഭയുടെ ആത്മീയതയുടെ ശൈലിയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നവരാണെന്നും തെറ്റുകൾ തിരുത്താൻ മനസ്സുള്ളവരാണെന്നും പറയാൻ നമുക്ക് സാധിക്കണം. ആത്മവിശ്വാസം. മൂന്നാമത്തെ നമ്മളുടെ നിലപാട്, ഒരു പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു വസ്തുത, നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണ് എന്ന കാര്യമാണ്. നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണ് എന്ന് ആവർത്തിച്ച് പറയണം. നമ്മളാണെന്നുള്ളതല്ല, നമ്മൾ മാത്രമാണ് ഒരു പക്ഷേ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ പൊതുസമൂഹത്തോട് പറയാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വൈദികൻ എന്ന നിലയിൽ ഞാനോ സമർപ്പിതരോ മാത്രമല്ല, ആത്മായ ജനങ്ങളും സമൂഹവും സഭ ഒന്നാകെ മുമ്പോട്ട് വരണം. ഇവിടെ സന്യാസത്തെയും പൗരോഹിത്യത്തെയും സംബന്ധിച്ച വലിയ വിപ്ലവകരമായ പരാമർശങ്ങളുണ്ട്. എന്തുകൊണ്ട് വൈദികൻ വാഹനം ഉപയോഗിക്കുന്നു, സന്യസ്തർ ഉപയോഗിക്കുന്നില്ല? ഒരുപക്ഷെ കത്തോലിക്കരായ എന്റെയൊക്കെ ഇടവകയിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് പോലും അറിയത്തില്ലാത്ത ഒരു കാര്യം എൻ്റെ അപ്പനും അമ്മയും പോലും എന്നോട് ചോദിച്ചു. ഞാൻ ഈ മാനന്തവാടി രൂപതയിലെ വൈദികനായ ഞാൻ ദാരിദ്ര്യം എന്ന് പറയുന്ന വ്രതം എടുത്തിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്ന വ്രതം, എനിക്ക് വ്രതങ്ങളില്ല. എന്നെ പുരോഹിതനാക്കിയിരിക്കുന്നത് മെത്രാന്റെ കൈവെപ്പാണ്. അതേസമയം ഇവിടെ ഇരിക്കുന്ന സന്യസ്തരാക്കുന്നത് അവർ സാഘോഷം ഏറ്റുപറഞ്ഞ അവരുടെ ജീവിതത്തിലെ വ്രതങ്ങളാണ്. അവർ സന്യസ്തരാണ്. ഈ സന്യാസവും പൗരോഹിത്യവും തമ്മിൽ എന്തുമാത്രം വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക്, ഇടവക വൈദികരുടെ ജീവിതത്തിലേക്ക് നോക്കുക, ധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ സ്വന്തമായിട്ടുള്ള ധനം സ്വന്തമായിട്ട് ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഷെയർ എനിക്ക് ഉപയോഗിക്കാം. ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല, സഭയുടെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായ വാഹനങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ ഇങ്ങനെ സ്വന്തമായി കിട്ടുന്ന വീതം പോലും സമൂഹത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് കൊടുത്ത് സമൂഹത്തിൽ ജീവിക്കുന്ന സന്യാസ വ്രതങ്ങൾ എടുത്തിരിക്കുന്നവരാണ് മറ്റുള്ളവർ. ഞാനത് ഒരുപക്ഷെ എന്നെക്കാളും ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടത് സന്യസ്തര് തന്നെയാണ്. ഈ സന്യാസത്തെയും പൗരോഹിത്യത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്, ഇത് തമ്മിലുള്ള വേർതിരിവ്, എനിക്കതുകൊണ്ട് കാർ ഉപയോഗിക്കുമ്പോൾ മനസാക്ഷിത്വത്തിന്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാനത് ഉപയോഗിക്കുന്നതിന് എനിക്ക് മനസാക്ഷിത്വത്തിന്റെ ആവശ്യമില്ല. എനിക്ക് സമ്മാനമായി കിട്ടുന്ന പണം, എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഷെയർ തുക ഏത് രീതിയിൽ മോശമായിട്ടല്ല ഉപയോഗിക്കുന്നതിൽ എനിക്ക് മനസാക്ഷിത്വത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാനൊരു സന്യാസിയാണെങ്കിൽ, ഞാൻ വ്രതമെടുത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കും. ഞാൻ വാഹനം മേടിച്ചാൽ എൻ്റെ മനസാക്ഷി എന്നോട് പറയും, ഇത് നീ ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ പണം സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ എൻ്റെ മനസാക്ഷി എന്നോട് പറയും, ഇത് നീ ചെയ്യാൻ പാടുള്ളതല്ല. ഇവിടെയുള്ള ഈ വലിയ വ്യത്യാസം, ചില സത്യങ്ങൾ. അതുകൊണ്ട്
നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന നുണ നിറഞ്ഞ വാർത്തകൾ, അസത്യം നിറഞ്ഞ വാർത്തകൾ. ഒച്ചയുണ്ടാക്കുന്നവർ മാത്രം അംഗീകരിക്കപ്പെടുന്ന ഈ ലോകത്തിൽ അതുകൊണ്ട് നമ്മളും സംസാരിക്കാൻ സത്യങ്ങളെ ആവിഷ്കരിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. മേരി ചാണ്ടി എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേരി ചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി വാർത്തകൾ ഇങ്ങനെ കിട്ടും. ഇന്റർനാഷണൽ മാഗസിൻസ് വരെ, അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത മേരി ചാണ്ടി എന്ന് പറയുന്ന കന്യാസ്ത്രീ മലയാളിയാണ്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ? അതും മാനന്തവാടി തന്നെയാണ്. എല്ലാം കത്തോലിക്ക സഭയുടെ അനാഥാലയങ്ങളിലെ പിള്ളേര് മുഴുവൻ വൈദികർ കൊണ്ടായതാണ്. മേരി ചാണ്ടി എഴുതിയ പുസ്തകത്തിലൂടെ, കൊടുത്ത അഭിമുഖങ്ങളിലൂടെ സിസ്റ്റർ മേരി ചാണ്ടി വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതാണ്. ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാം. ആ വാർത്തകൾ ഇന്നും വലിയ അക്ഷരത്തിൽ ഗൂഗിളിൽ മേരി ചാണ്ടി എന്ന് വെറുതെ അടിച്ചു കൊടുത്താൽ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും കിടക്കുന്നു. മാനന്തവാടി രൂപത ഈ സിസ്റ്റർ എവിടെ നിന്നാണ്, ഏത് കോൺഗ്രിഗേഷനാണ്, ആർക്കും ഒരു പിടിപാടുമില്ല. വിശദമായ അന്വേഷണം നടത്തി. ഏതാണ്ട് 2-2.5 വർഷത്തോളം എടുത്ത് രൂപത കമ്മീഷൻ വെച്ച് പഠിച്ചു. ഒരു മഠത്തിന്റെ കുശിനിയിൽ 1.5 വർഷം നിന്നതാണ് മഠവുമായിട്ട് ഈ സിസ്റ്ററിനുള്ള ഏക ബന്ധം. ഞാനിത് വെറുതെ പറയുന്നതല്ല. മുഴുവൻ ഡോക്യുമെന്റുകളും എൻ്റെ കൈവശമാണ്. മുഴുവൻ ഡോക്യുമെന്റുകൾ, തുടക്കം മുതൽ അവസാനം വരെ ഉള്ള സകല ഡോക്യുമെന്റുകളും എൻ്റെ കയ്യിൽ. മേരി ചാണ്ടി എന്ന് പറയുന്ന കന്യാസ്ത്രീ. പക്ഷെ ഇന്നും നിങ്ങൾ എടുത്തു നോക്കുക, നമുക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും രൂക്ഷമായത് പലതും ഇതിന്റെ ചുവട് പിടിച്ചുള്ളതാണ്. അന്ന് ആരും ഇതിനെ നിഷേധിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സത്യം എന്താണെന്ന് പറയാൻ ഒരാളും ധൈര്യപ്പെട്ടില്ല. മാനന്തവാടി രൂപത പഠിച്ചിട്ട് ഇത് പ്രസിദ്ധീകരിക്കാതെ അവിടെ തന്നെ വെച്ചു. ഖേദമുണ്ട്, എനിക്കിപ്പോഴും വല്ലാത്ത ഖേദമുണ്ട്. ഇടയ്ക്ക് ഞാൻ സംസാരിച്ചായിരുന്നു വീഡിയോയിൽ. പക്ഷേ നമ്മളിങ്ങനെ സംസാരിക്കാൻ മടിക്കുന്നത് മൂലം നമുക്ക് സംഭവിക്കുന്ന നഷ്ടം, പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അഭയ കേസ്, അതിൻ്റെ സത്യം യാഥാർത്ഥ്യം എന്തുമാകട്ടെ, അഭയ കേസിൽ സംഭവിച്ചതുപോലെ നീതി നിഷേധം ഈ ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? സ്വാഭാവിക നീതിയുടെ നിഷേധം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ സംസാരിക്കും. എവിടെയെങ്കിലും സ്വാഭാവികമായ നീതിയുടെ, മാനുഷികമായ നീതിയുടെ ലംഘനം നിരന്തരമായി ഇത്രയും ഗൗരവതരമായി നടന്ന ഒരു കേസ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിചാരണയിലിരിക്കുന്ന വ്യക്തികളെ പ്രതികളെക്കാളും മോശമായി കൈകാര്യം ചെയ്ത അതിന് കാരണമായ മാധ്യമങ്ങൾ. വിധി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ആരാണ് ഇത് യഥാർത്ഥത്തിൽ കണ്ടവരിവിടെ ഉള്ളത്? പ്രളയകാലം ഓരോന്നിങ്ങനെ കടന്നു പോകും. പ്രളയകാലം, 2 പ്രളയകാലം പോയി. പ്രളയത്തിന്റെ കൂടെ ഈ മാവേലി ഓണത്തിന് വരുന്ന പോലെ വരുന്ന ഒരു സാധനമുണ്ട്. അതിനാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പ്രളയം വന്നാൽ ഉടനെ അടുത്ത സാധനം ഗാഡ്ഗിലാണ്. ഗാഡ്ഗിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് എന്താണ്? അതിനോടനുബന്ധമായി വരുന്നത് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാകാതെ പോയതെന്ന് പറയുന്നതിലും വലിയ പരാജയം, ഭരണപരമായ പരാജയം ഒരു സർക്കാരിന് ഇവിടെ സംഭവിക്കാനില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നിങ്ങൾ ഒരുപക്ഷെ അത് പഠിക്കുമ്പോൾ, ഗോവ മുതൽ ഇങ്ങ് കിടക്കുന്ന ഖനിത്തൊഴിലാളികൾ, ക്വാറി ബിസിനസ് നടത്തുന്ന ശക്തന്മാരുടെ കൈകളിൽപ്പെട്ടിട്ടാണ് ഗാഡ്ഗിലിന്റെ പകുതി ഇല്ലാതായത്.
ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുമെങ്കിൽ ഇടുക്കി ഡാം അടക്കമുള്ള പല ഡാമുകളും നിർത്തേണ്ടി വരുമെന്ന് സർക്കാരിന് പേടിയുള്ളതുകൊണ്ട് സർക്കാർ അടക്കം എതിർത്തത് കൊണ്ടാണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാകാതെ പോയതെന്ന സത്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? എന്തിനു ഇതെല്ലാം കൂടി കത്തോലിക്ക സഭയുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും? 2-3 കാര്യങ്ങളുള്ളൂ. 7 എണ്ണത്തോളം പറയാനുണ്ട്. 7 എണ്ണത്തോളം കാരണങ്ങൾ പറയാനുണ്ട് ഗാഡ്ഗിലിന്റെ. ഇങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു 2-3 നിലപാടുകളാണ് നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ. പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റുകളുണ്ട്, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അത് ഏറ്റു പറയണം എന്നുള്ള, തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു നിലപാട്. 2, അതിന്റെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയില്ലെന്ന നിലപാട്. 3, സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന ആർജവമുള്ള നിലപാട്. അത് നമ്മളുടെ സഭയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചകളുടെയും വ്യക്തിപരമായ ഒരു വീഴ്ചകളുടെയും മുൻപിൽ ശിരസ് താഴ്ത്തി നിൽക്കാൻ നമ്മളെ അനുവദിക്കരുത്. കാരണം ഈ വ്യക്തിപരമായ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മകളുടെ എണ്ണം ഈ സമൂഹത്തിലെ സകല സമുദായങ്ങളുടെയും പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും മുകളിൽ ശിരസുയർത്തി നിൽക്കാനുള്ള ബലം നമുക്ക് തരുന്നുണ്ട്. രണ്ടായിരത്തി 2018 പ്രളയം കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ പ്രളയബാധിതരോട് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് റിപ്പോർട്ടുകൾ ഈ വർഷം നമ്മൾ വായിച്ചിട്ടുണ്ട്. കേരള കത്തോലിക്കാ സഭ എന്താണ് ചെയ്തത് എന്നതിന്റെ ചുരുക്കം അടുത്ത നാളുകളിൽ വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടും. 300 കോടി രൂപയുടെ സഹായമാണ്. 300 കോടി കുറഞ്ഞത്. ഒരു ഉദാഹരണം മാത്രമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനോഹരമായ ലേഖനം ഗൗദേത്തെ എത്ത് എക്സുൾട്ടാത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അതിൻ്റെ 129 മുതൽ 139 വരെ ഉള്ള നമ്പറുകളിൽ പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് തുറന്ന സംസാരം കൂടിയാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. അതെങ്ങനെ വിശുദ്ധരാകാം, ആരാണ് വിശുദ്ധർ, അതൊന്നും വായിക്കുന്നതല്ല കേട്ടോ. നമ്മളൊക്കെ വിശുദ്ധരാണെന്ന് പറയുന്ന, നമുക്ക് വലിയ ആത്മവിശ്വാസം തരുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് പരിശുദ്ധ പിതാവ് പറയുന്നത് വിശുദ്ധി എന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, തുറന്ന സംസാരം കൂടിയാണ്. തുറന്ന സംസാരം വിശുദ്ധിയാണ്. ഒരുപക്ഷെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഈശോ ഇങ്ങനെയാണോ പ്രതികരിക്കാൻ പഠിപ്പിച്ചത്? ഈശോ ഇങ്ങനെയാണോ പ്രതികരിക്കാൻ പഠിപ്പിച്ചത്? ഈശോയുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. നീ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താണ്? നീ അവരോട് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് പ്രധാന പുരോഹിതന്റെ പടയാളികൾ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ സംസാരിച്ചതും പറഞ്ഞതും ഒക്കെ പബ്ലിക് ആയിട്ടല്ലേ, പൊതുവായിട്ടല്ലേ? ഞാൻ സംസാരിച്ചതും പറഞ്ഞതും ഒക്കെ കേട്ടവർ ഇവിടെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചുകൂടെ? ഈശോ മറുപടി പറഞ്ഞു. മറുപടി പറയുന്ന ഈശോയെയും നമ്മൾ കാണുന്നുണ്ട്. മറുപടി പറഞ്ഞു. മറുപടി കേട്ടപ്പോൾ ഈ പ്രധാന പുരോഹിതന്റെ പടയാളി ഈശോയുടെ മുഖത്തടിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? ഈ ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കണം. തെറ്റാണെങ്കിൽ തെളിയിക്കണം, തെറ്റല്ലെങ്കിൽ എന്തിനടിക്കുന്നു? തുറന്ന സംസാരം വിശുദ്ധിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സമർപ്പിതരെ, ആത്മായ സഹോദരങ്ങളെ, തുറന്ന് സംസാരിക്കാൻ ആരംഭിക്കാത്തിടത്തോളം കാലം കേരള കത്തോലിക്കാ സഭ ഈ പ്രതിസന്ധിയുടെ കുഴിയിൽ നിന്ന് കരകയറില്ല. ഈ തുറന്ന സംസാരം എന്നത് എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ടുള്ള സംസാരമാണെന്ന് കരുതരുത്. അല്ല, അത് തെറ്റുകളെ ഏറ്റുപറയുന്ന സംസാരമാണ്. ദുരാരോപണങ്ങളെ അത് ഉന്നയിക്കുന്ന ചുണ്ടിൽ തന്നെ അവസാനിപ്പിക്കുന്ന സംസാരമാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഭയപ്പെടരുത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 50-ാം വാക്യം, ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടരുതാത്തത്? മത്തായിയുടെ സുവിശേഷം 28:20, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്.
ധീരരാവുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയാണ്. സുവിശേഷവൽക്കരണത്തിന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാർഗമാണ് ധീരരാവുക. ഈ ധീരത എവിടെ നിന്ന് വരുന്നു? പരിശുദ്ധ പിതാവ് പറയുന്നത് ധീരത ഉണ്ടാകുന്നത് തീക്ഷ്ണതയിൽ നിന്നാണ്. ഈ തീക്ഷ്ണത സഭയോടുള്ള കൂട്ടായ്മയുടെ തീക്ഷ്ണതയാണ്, സഭയോടുള്ള ഐക്യത്തിന്റെ തീക്ഷ്ണതയാണ്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയെ കുറിച്ചുള്ള തീക്ഷ്ണതയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയാണ്. ഈ തീക്ഷ്ണത നമ്മളെ ധൈര്യമുള്ളവരാക്കും. ഈശോയുടെ മരണശേഷം അപ്പസ്തോലന്മാര് പേടിച്ചുപോയി, നമുക്കറിയാം. അവർ ഓടി ഒളിച്ചു. അവർക്കുണ്ടായ പ്രലോഭനങ്ങൾ അതാണ്. ഈ ജെറുസലേം വിട്ട് പഴയ തൊഴിലുകളിലേക്ക് മടങ്ങി പോകാനുള്ള പ്രലോഭനം. പക്ഷേ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് എരിയുന്ന അഗ്നിയായി അവരിലേക്ക് ഇറങ്ങി വന്നു. അവർ സധൈര്യം വചനം പ്രഘോഷിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ. പരിശുദ്ധ പിതാവ് പറയുന്നത് ഇതാണ്: നമുക്ക് സൗകര്യപ്രദമായ തീരത്ത് നിൽക്കാനുള്ള പ്രലോഭനങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഈശോ ആവശ്യപ്പെടുന്നത് ആഴത്തിലേക്ക് നീങ്ങി വലയിറക്കാനാണ്. സൗകര്യപ്രദമായ തീരങ്ങളിൽ നിൽക്കാനുള്ള പ്രവണതകൾ നമ്മിൽ വർദ്ധിച്ചു വരുന്നു. ഈശോ ആവശ്യപ്പെടുന്നത് ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാനാണ്. അടച്ചുപൂട്ടിയിട്ട മുറികളിൽ നമ്മൾ ഇനിയും ഇരുന്നാൽ പൂപ്പലിന്റെ വിഷബാധ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുക. അടച്ചുപൂട്ടിയ മുറികളിൽ ഇനിയും നമ്മൾ അടയിരുന്നാൽ പൂപ്പലിന്റെ വിഷബാധ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കും. ഈ വിഷബാധ അതിവേഗത്തിൽ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുരക്ഷിതമായ അതിരുകൾക്കുള്ളിൽ മാത്രം സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 6-7 കാര്യങ്ങൾ, 3 യാഥാർത്ഥ്യങ്ങൾ. 1, സഭയ്ക്ക് നന്മയുണ്ട്, ചരിത്ര വസ്തുതകളാണ്. 2, സഭയ്ക്ക് ദൗർബല്യങ്ങളുണ്ട്, കുറവുകളുണ്ട്. 3, സഭയ്ക്ക് ശത്രുക്കളുണ്ട്, ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അനുബന്ധ ചിന്തകൾ ഞാൻ പറഞ്ഞു. നമ്മൾ സ്വീകരിക്കേണ്ട 3 നിലപാടുകളാണ് വീണ്ടും പറഞ്ഞത്. ആ നിലപാടുകളിൽ 1, നമ്മളുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. 2, നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ളതാണ്. 3, നമ്മൾ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയണം, അത് സ്ഥാപിച്ചെടുക്കണം എന്നാണ്. ഈ 3 നിലപാടുകൾ, ഒപ്പം പരിശുദ്ധ പിതാവിന്റെ ഈ ചിന്ത, അതുകൂടി നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കാം. വിശുദ്ധി എന്ന് പറയുന്നത് തുറന്ന സംസാരം കൂടിയാണ്. 7 കാര്യങ്ങൾ. സമർ യാസ്ബക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു, സിറിയക്കാരിയാണ് സമർ യാസ്ബക്ക്. അവളുടെ പുസ്തകത്തിന്റെ പേരാണ് എ വുമൺ ഇൻ ദ ക്രോസ് ഫയർ, ഡയറീസ് ഓഫ് ദ സിറിയൻ റിവല്യൂഷൻ. അതിൻ്റെ അകത്ത് അവൾ പറയുന്ന, സിറിയയുടെ ആഭ്യന്തര യുദ്ധകാലത്ത് ഒരു ചെറുപ്പക്കാരനെ കാണാതായ ചെറുപ്പക്കാരനെ ഇവർ ഒരുപാട് നാൾ അന്വേഷിച്ച് നടന്നു. അവസാനം ഒരു അടച്ചിട്ട, യുദ്ധം കാരണം, കലാപം കാരണം ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിന്റെ ഉള്ളിൽ, ആ വീടിലെ ഫ്രിഡ്ജിന്റെ അകത്ത് ഈ ചെറുപ്പക്കാരൻ മരിച്ച് അഴുകിയ നിലയിൽ ഈ ചെറുപ്പക്കാരനെ കണ്ടെത്തി. സിറിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥര് വിപ്ലവം പ്രസംഗിച്ച ഈ ചെറുപ്പക്കാരനെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ശേഷം മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചതാണ്. ആ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ കഠിനമായ ആഴമുള്ള തണുപ്പിൽ, കഠിനമായ ഇരുട്ടിൽ തന്റെ അന്ത്യസന്ദേശം എഴുതി വെക്കാൻ ഈ ചെറുപ്പക്കാരന് സ്വന്തം ചോരയല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിന്റെ വാതിലിൽ ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് തേടിപ്പോയവർ കണ്ടു: എൻ്റെ സ്നേഹം എൻ്റെ അമ്മയെ അറിയിക്കുക. ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനർ പറയുന്ന വാക്കുകളുണ്ട്: തിരുസഭ ചുളിവുകളും ചാലുകളുമുള്ള ഒരു വൃദ്ധയാണ്, പക്ഷെ അവൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ തല്ലാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. തിരുസഭ ചുളിവുകളും ചാലുകളുമുള്ള വൃദ്ധയാണ്, പക്ഷെ അവൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ തല്ലാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സും തീരുമാനവും
തുറന്ന് സംസാരിക്കാനുള്ള നമ്മളുടെ ആർജവത്വവും, എൻ്റെ സ്നേഹം എൻ്റെ അമ്മയെ അറിയിക്കുക എന്ന് തൻ്റെ ചോര കൊണ്ട് എഴുതി വെച്ച ആ ചെറുപ്പക്കാരൻ്റെ ആവേശവും നമുക്ക് തിരുസഭയോടുണ്ടാകണം. സഭയില്ലെങ്കിൽ നമ്മളില്ലെന്ന ചിന്ത, സഭയില്ലെങ്കിൽ നന്മയില്ലെന്ന ചിന്ത, നന്മയില്ലാതാകുമ്പോൾ ഈ ലോകം നിതാന്തമായ ഇരുട്ടിലേക്ക് ആണ്ടുപോകുമെന്ന പേടിപ്പെടുത്തുന്ന ഓർമ്മ നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളുടെ ചെറിയ സന്ദേശങ്ങളുടെയും ത്യാഗമെടുത്തുള്ള ജീവിതങ്ങളുടെയും സന്യാസ സമർപ്പണത്തിന്റെയും ചെറിയ മെഴുതിരി വട്ടങ്ങൾക്ക് ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ മാത്രം ശക്തമായ വെളിച്ചമുണ്ടെന്ന ആത്മവിശ്വാസം നമുക്ക് തന്നെ ഉണ്ടാകട്ടെ. പ്രിയ സമർപ്പിതരെ, ഞങ്ങളെല്ലാവരും വൈദികരും അൽമായരും നിങ്ങളുടെ കൂടെയുണ്ട്. ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.